ഹായ്, രാത്രി മുല്ല പൂക്കുമ്പോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് നൈറ്റ് ജാസ്മിൻ അല്ലെങ്കിൽ രാത്രി മുല്ല. ഇത് രാത്രി പൂത്തുലഞ്ഞ് അപാര സുഗന്ധം പരത്തി ഇങ്ങനെ നമ്മളെ അതിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആണ് ഞാനും ഇതിൽ എത്തിപ്പെട്ടത് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ വീട്ടിൻ്റെ കാർ പോർച്ചിൻ്റെ ബാക്കിൽ ഒരു കർട്ടൻ ഇട്ടുണ്ട്. ആ കർട്ടൻ്റെ ബാക്കിലായിട്ടാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2-3 ദിവസമായി രാത്രിയിൽ അപാര സുഗന്ധം ഇങ്ങനെ ജനലിലൂടെ വരും. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും പാല പൂത്തിട്ടുണ്ടാവും, അതിൻ്റെ മണമായിരിക്കുന്നു. പക്ഷേ പിന്നെയാണ് തോന്നിയത് രാത്രി മുല്ലക്കും ഇത്ര ഒരു മണ്ണുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴാണ് ഇതിൽ നിറയെ പൂക്കൾ വിരിഞ്ഞ് അപാര സുഗന്ധം പരത്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് മൂപ്പര്. അപ്പം എന്തായാലും ടോർച്ച് എടുത്തുകൊടുന്ന് ലൈറ്റ് അടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം ഇത് രാത്രിയിൽ മാത്രമാണ് ഇത്രയും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ സുഗന്ധവും അപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ രാവിലെ ആകുമ്പോഴത്തേനും എല്ലാം കൂമ്പി പിന്നെ സുഗന്ധവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഭംഗി കിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇത് രാവിലെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിൽ നമുക്ക് പൂക്കൾ കാണാമെങ്കിലും അത്ര ക്ലിയറായിട്ട് കാണുന്നില്ലല്ലോ, കാരണം ഇതൊക്കെ കൂമ്പിപ്പോയി. പിന്നെ ഇതിന് സുഗന്ധം ഉണ്ടാവില്ല രാവിലെ ആകുമ്പോൾ. എന്നാലും ഇതിങ്ങനെ നിറയെ പൂത്ത് നിൽക്കാൻ ഇപ്പോഴും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം രാത്രി വീണ്ടും വരുമ്പോഴും ഇത് നന്നായിട്ട് മണം വരും. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. നല്ല മണമാണ്. കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവുമായിരിക്കാം. ഇതിൻ്റെ സുഗന്ധം നമ്മളെ ഒരു ഗാന്ധർവ ലോകത്തേക്ക് എത്തിക്കും. അത്രയും ഒരു അപാര സുഗന്ധമാണ്. എനിക്കതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല. അത് അനുഭവിക്കുമ്പോഴേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അത്ര സുഗന്ധമാണ് രാത്രി. പകൽ ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥ. ഇതിപ്പം ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? എന്തൊരു രസമാണ് ശരിക്കും. ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെയാണ് ഇതൊക്കെ. അപ്പം അതൊക്കെ ആസ്വദിച്ചിട്ട് ഈ ദിവസങ്ങളിങ്ങനെ പോകുമ്പോൾ നല്ല ആശ്വാസമാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഒറ്റക്കാവുന്ന അവസ്ഥയിലും ഈ പൂക്കളും ചെടികളൊക്കെ നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്തൊരു ആശ്വാസം തന്നെ. അപ്പോൾ എല്ലാവരും നല്ല നല്ല ചെടികളും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് രാത്രിയെ സുഗന്ധപൂരിതമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ അതല്ല ഇപ്പം നിങ്ങളോട് പറയാൻ എനിക്ക്. എന്തായാലും എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളും മുല്ലകളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം.